മലയാളികൾക്കിടയിൽ അല്ലു അർജുൻ ഹിറ്റായത് ആര്യ എന്ന ചിത്രത്തിലൂടെയാണ്. പിന്നീട് അല്ലു അർജുന്റെ ചിത്രങ്ങളെല്ലാം മലയാളത്തിലും ഡബ്ബ് ചെയ്ത് കേരളത്തിലും എത്തി തുടങ്ങി. അങ്ങനെ അല്ലു അർജുൻ മലയാളികൾക്ക് മല്ലു അർജുനായി മാറി. സംവിധായകൻ സുകുമാറും അല്ലു അർജുനും ഒന്നിച്ച ചിത്രമായിരുന്നു പുഷ്പ. വൻ വിജയം നേടിയ ചിത്രത്തിന്റെ രണ്ടാം ഭാഗവും മലയാളികൾ കാത്തിരുന്നത് തന്നെ. രാവിലെ മുതൽ കേരളത്തിൽ പുഷ്പ 2 ഷോകൾ ഉണ്ടായിരുന്നു. ആദ്യ ഷോ കഴിഞ്ഞപ്പോൾ മുതൽ തന്നെ സമ്മിശ്ര പ്രതികരണമാണ് ചിത്രത്തിന് ലഭിക്കുന്നത്. പുഷ്പ 2 ടിക്കറ്റ് ബുക്കിംഗ് ആരംഭിച്ച മണിക്കൂറുകൾക്കകം തന്നെ മികച്ച പ്രതികരണമാണ് ലഭിച്ചത്. മറ്റൊരു താരത്തിനും ലഭിക്കാത്ത ഓപ്പണിംഗ് ആണ് അല്ലുവിന് കേരളം നൽകിയത്. ബോക്സ് ഓഫീസിൽ കാട്ടുതീ പോലെ പടരുകയാണ് പുഷ്പ 2. കേരളത്തിൽ 500-ലേറെ സ്ക്രീനുകളിലായിരുന്നു ചിത്രം എത്തിയത്. റിലീസ് ചെയ്ത ആദ്യ 5 ദിവസത്തിൽ 11.2 കോടിയാണ് പുഷ്പ 2 കേരളത്തിൽ നിന്ന് മാത്രം നേടിയത്. എന്നാൽ 5-ാം ദിവസമായ ഇന്നലെ കളക്ഷൻ കുറഞ്ഞതായാണ് വിവരം. 60 ലക്ഷം രൂപ മാത്രമാണ് കേരളത്തിൽ നിന്ന് ലഭിച്ചത്. ആദ്യ ദിവസം തന്നെ ചിത്രം കണ്ടിറങ്ങിയവർക്കിടയിൽ വ്യത്യസ്ത അഭിപ്രായങ്ങളാണ് ഉണ്ടായിരുന്നത്. ഇതാവാം ചിത്രത്തിന്റെ കളക്ഷനെയും ബാധിച്ചതെന്നാണ് സൂചന. എന്നാൽ ആദ്യ ദിനം ചിത്രം കേരളത്തിൽ നിന്ന് നേടിയത് 6.35 കോടിയാണ്. അതായത് ഫസ്റ്റ് ഡേ ഒരു സംസ്ഥാനത്ത് നിന്നും ഏറ്റവും കൂടുതൽ കളക്ഷൻ ലഭിക്കുന്ന തെലുങ്ക് ചിത്രമായി പുഷ്പ 2 മാറി. 7 വർഷമായി ബാഹുബലി 2 ലഭിച്ച റെക്കോർഡാണ് പുഷ്പ മാറ്റിമറിച്ചത്. വേൾഡ് ഫയറായി മാറിയ ചിത്രം പക്ഷേ കേരളത്തിൽ വേണ്ട രീതിയിൽ ഫയർ ആയില്ലെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ആദ്യ ദിനം ഇറങ്ങിയ സമ്മിശ്ര പ്രതികരണം തന്നെയാവും കേരളത്തിലെ കളക്ഷനുകൾക്ക് കുറവ് വരുത്തിയത്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.